ഹായ് ഗേയ്സ്, അപ്പം നമ്മൾ പാത്രം അടുപ്പിരിക്കുന്ന കണ്ടോ. നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ നല്ല മാങ്ങ അച്ചാറാണ്. ഇതടുത്ത പടി മാങ്ങ ഉപ്പിലിട്ട് വെച്ചേക്കണോ അല്ല, ഉപ്പിട്ട് അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, കായപ്പൊടി ഒക്കെ തിരുമ്മി ഇത് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറായി. നമുക്ക് ആവശ്യത്തിന് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഓക്കെ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ കേട്ടോ. നല്ല എണ്ണ ഇവിടെ കിടന്ന് ചൂടാവട്ടെ. തീ കൂട്ടി കൊടുത്തു. അപ്പോൾ വളരെ പെട്ടെന്ന് ഇതിൻ്റെ പരിപാടി തരും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്ക് ചെയ്യാനായിട്ട് വളരെ കുറച്ച് പരിപാടികൾ മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പോൾ കടുക് എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കണ്ട. കടുകിട്ട് കൊടുത്തു. കടുക് ഇവിടെ നിന്ന് പൊട്ടട്ടെ. വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില, ഇത്രയും സാധനം ഉണ്ട് ഇതിൽ. ഇന്നിവിടെ സർവത്ര വിഭവങ്ങളായിരുന്നു. ഇത് കണ്ടോ, ഇത് സാമ്പാർ, അടുത്തത് മീൻ കറി. അപ്പോൾ അടുത്ത് നമ്മൾ മാങ്ങാച്ചാറാണ് ഇടാൻ പോകുന്നത്. നിങ്ങളോർക്ക് ഇന്നെന്താ ഇവിടെ ഇത്ര വിഭവങ്ങൾ കൂടുതലുണ്ട്. നിങ്ങൾക്കറിയാലോ, ഞാൻ സിംഗപ്പൂരാണ് ജോലി ചെയ്യുന്നത്. വന്നപ്പോൾ അവിടെ നമ്മുടെ സാറും മാഡം കുട്ടികളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അവർ വിദേശത്ത് പോരുന്നതാണ്. ഇന്ന് രാത്രിയോടെ അവർ തിരിച്ചെത്തും. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ. കാരണം അവരില്ലെങ്കിൽ, കുട്ടികളില്ലെങ്കിൽ വീട് ഉറങ്ങിയത് മാതിരിയാണ്. അപ്പോൾ അവർ തിരിച്ചെത്തുന്നു. അതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങൾ. അപ്പോൾ അതിന് വേണ്ടിയുള്ള വിഭവങ്ങളാണ്. ഒരാൾ സ്ഥിരം കഴിക്കുക ഇഡ്ഡലി സാമ്പാറാണ്. അപ്പോൾ അയാൾക്കുള്ള സാമ്പാർ നമ്മൾ ഉണ്ടാക്കി വെച്ചു. പിന്നെ ഒരാൾക്ക് വേണ്ടത് നല്ല മീൻകറിയാണ്. അപ്പോൾ അതും ഉണ്ടാക്കി വെച്ചു. കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്താ വേണ്ട ബാക്കി ആവശ്യമെന്ന് വെച്ചാൽ അതുണ്ടാക്കി കൊടുക്കാൻ മാത്രം. 2 കുട്ടികളുണ്ട്. മൂത്തക്കൊരു 8-9 വയസ്സുണ്ടാവും. ഇളയാൾക്ക്, ഞാൻ നോക്കുന്നയാൾക്ക്, അവൻ ജനിച്ചപ്പം ഞാനിവിടെ വന്നാൽ ഞാൻ നോക്കുന്നവന് 4 വയസ്സ്. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെ സത്യം പറഞ്ഞാൽ ബോറടിക്കായിരുന്നു. ഇവിടെ 10 ദിവസം കൊണ്ട് ഞങ്ങളോട് തനിച്ചിങ്ങനെ ഇരുന്ന് ബോറടിക്കായിരുന്നു. ആ ബോറടിയെല്ലാം ഇന്നത്തോടെ അവസാനിക്കുന്നു. ഇത്രയും ദിവസം വീട്ടിൽ ഒന്നും ചെയ്യാനും തോന്നില്ലായിരുന്നു, ഒന്നും ചെയ്യത്തില്ലായിരുന്നു. ഭയങ്കര മുഷിപ്പായിരുന്നു. ആ സമയത്താണ് ഞാനീ ബോറടി മാറ്റാൻ വേണ്ടി ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടത്. ഇപ്പോൾ നല്ല മാങ്ങാച്ചാർ. ഇനി ഈ സാധനം ഇതിനകത്തോട്ട് തട്ടിക്കഴിഞ്ഞാൽ പരിപാടി തീർന്നതാണ്. നമ്മൾ ഉപ്പും എല്ലാം നമ്മൾ പിന്നെ അത് ഇട്ട് വെച്ചിരിക്കുന്നതാണ്. അരപ്പ് ഫുള്ള് ഇട്ട് വെച്ചിരിക്കുന്നത്. നമുക്ക് കോരി അങ്ങോട്ട് ഇടാം. കടന്നുണ്ടല്ലോ കട്ടിലേ. കുറേ ഏറെയുണ്ട്. അപ്പോൾ കുറേ നാളത്തേക്ക് നമുക്ക് ഇനിയിപ്പോൾ മാങ്ങാച്ചാറിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. കാരണം എന്ത് കഴിച്ചാലും നമുക്കൊരു അച്ചാറിലേക്ക് ഒരു സമാധാനക്കേടാണ്. നമ്മുടെ നാട്ടിൽ അതേ സ്വഭാവമൊക്കെ തന്നെ കേട്ടോ, വ്യത്യാസമൊന്നും ഇല്ല ഇവിടെ ആയാലും. അപ്പം അച്ചാറില്ലെങ്കിൽ നമുക്കൊരു സമാധാനക്കേട് മതി. അതുകൊണ്ട് അപ്പോൾ അച്ചാറിട്ട് വെച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴേ അതിൻ്റെ കൂടെ എന്ത് ഭക്ഷണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇവിടെ ചോറൊക്കെ ആയിരിക്കും. ചോറ് ഇവിടെ ഉണ്ടാക്കാറില്ല. കാരണം ചോറ് ഇവിടെ ആരും കഴിക്കാറില്ല. അതുകൊണ്ട് തന്നെ ചോറ് നമ്മൾ ഉണ്ടാക്കാറില്ല. ബാക്കി ഭക്ഷണങ്ങളെല്ലാം തന്നെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഞാൻ നോക്കുന്ന കുരുത്തങ്കിട്ട സാധനം കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ കഞ്ഞിയാണ്. കഞ്ഞി എന്ന് പറയുമ്പോൾ നമ്മളത് കഞ്ഞി ചെറുപയറും കൂടെ ഒരുമിച്ചിട്ട് വേവിച്ചിട്ട് അതിൽ കുറച്ച് നെയ്യും ഉപ്പുമൊക്കെ ചേർത്ത് അതാണ് അവന് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നല്ല യെല്ലോ റൈസിൻ്റെ റെസിപ്പി ഞാനൊരു ദിവസം ഇടുന്നതാണ്. യെല്ലോ റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ യെല്ലോ റൈസ് ഇതുമാണ് അവൻ കഴിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അച്ചാറിൻ്റെ പ്രിപ്പറേഷൻ. കണ്ടോ, പണി തീർന്നു. എല്ലാം ഉപ്പൊക്കെ ഇട്ട് വെച്ചിരിക്കുക. ഉപ്പ്, മുളക് പൊടി, പിന്നെ കായപ്പൊടിയുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ എന്നാലും ഒന്ന് ഉപ്പ് നോക്കട്ടെ. വാവ്, കറക്റ്റ് ഉപ്പൊക്കെ. കാരണം ഒരു 1.5 മണിക്കൂറായിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് ഇവിടെ വെച്ചിരിക്കുകയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ആ ഉപ്പും മുളകും എല്ലാം നല്ല ഭംഗിയായിട്ട് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കരമായൊരു ടേസ്റ്റ്. എന്താ പറയുക, നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കാൻ വരാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പറയാനല്ലേ പറ്റൂ. അപ്പോൾ ശരി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. ഓക്കെ.